മാതൃഭൂമി ന്യൂസും ഒപ്പം തന്നെ ഹാപ്പി ഗ്രൂപ്പും കൂടെ നൽകുന്ന ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ് അല്ലേ? തീർച്ചയായും ഇത് പ്രഖ്യാപിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം വൈത്തിരിയിൽ നിന്നുള്ള 2 കുട്ടികളാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ മിമിക്രി മത്സരത്തിലാണ് ഇവർ എ ഗ്രേഡ് നേടിയിരിക്കുന്നത്. അവരാണ് നമ്മളോടൊപ്പം ഇന്നിപ്പോൾ ചേരുന്നത്. കലോത്സവ വേദികൾ എപ്പോഴും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള പാത കൂടിയാണ് വെട്ടിത്തെളിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് വയനാട്ടിൽ നിന്നെത്തിയ 2 കുട്ടിത്താരങ്ങളാണ്. ഇവർ മിമിക്രി മത്സരത്തിൽ എ ഗ്രേഡ് കൂടി പാസ്സായവരാണ്, മേഘയും അഞ്ജലിയും. മേഘ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മിമിക്രി മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടിയപ്പോൾ അഞ്ജലിക്ക് ഹൈസ്കൂൾ വിഭാഗത്തിൽ മിമിക്രി മത്സരത്തിൽ എ ഗ്രേഡ്. മേഘ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളിയായിരുന്നു. എന്തായിരുന്നു മേഘയുടെ പ്രധാന ഐറ്റം? എൻ്റെ തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകങ്ങളുടെ ഒരു ലോകം. പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ മൃഗങ്ങളുടെ പുസ്തകങ്ങളും അതുപോലെ തന്നെ ഗാസയിൽ യുദ്ധം നടക്കുന്നതും പിന്നെ കോഴി DJ, ബീറ്റ് ബോക്സ്, ഇൻട്രോ മ്യൂസിക് അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്തു. നല്ലോണം ചെയ്യാൻ പറ്റി. അഞ്ജലി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മത്സരം? എന്റേത് ടഫായിരുന്നു. കുറെ പേർക്കൊക്കെ ബി ഗ്രേഡ് കിട്ടി, എനിക്ക് എ ഗ്രേഡ് കിട്ടി. സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ കൗമാരക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത ശൈലി ഏതാണെന്നറിയോ? നമ്മുടെ ബീറ്റ് ബോക്സ്. രണ്ടുപേരും വയനാട്ടിൽ ഒരേ സ്കൂളിൽ നിന്നാണോ വരുന്നത്? അപ്പോൾ ഒരു ഇരട്ടി മുതലാണ് സ്കൂളിന് കൊടുക്കുന്നത് അല്ലേ? രണ്ടുപേരും കൂടി. വരും കാലങ്ങളിൽ സിനിമയിലും അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ഇവർക്ക് കൂടുതൽ കഴിവ് തെളിയിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. അപ്പോൾ ഇവരാണ് നമ്മുടെ ഇന്നത്തെ ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ. സ്റ്റാർ അല്ല, ശരിക്കും ഒരു സ്റ്റാർ. 2 പേര് നമ്മുടെ കൂടെ ഉണ്ട്. സന്തോഷായോ? സന്തോഷായി. ആദ്യമായിട്ടാണോ കലോത്സവത്തില്? മോളോ? ഞാൻ 3 വർഷമായി. 3 വർഷം എ ഗ്രേഡാ? അല്ല, 1st വർഷം ബി ഗ്രേഡ് ആയിരുന്നു. പിന്നെ 2 വർഷം എ ഗ്രേഡാ. വീട്ടിലൊക്കെ എല്ലാരും എന്തു പറയുന്നു? ഇവിടെ വന്നു ഇപ്പൊ TV കാണുന്നുണ്ടാവും എല്ലാരും. പറഞ്ഞു അമ്മേനോടൊക്കെ? പറഞ്ഞു. എന്ത് പറഞ്ഞു? അപ്പൊ അമ്മക്കൊക്കെ സന്തോഷം. ഇത്രയും വലിയ ഒരു വേദി, അതിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത്, വൈത്തിരിയിൽ നിന്ന് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇവിടെ വരെ എത്തിയെന്നുള്ളത്. അതെ. നമുക്ക് പുരസ്കാര സമർപ്പണത്തിലേക്ക് കടക്കാം. നമ്മുടെ തൃശ്ശൂരിന്റെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ പുരസ്കാരം സമ്മാനിക്കണേ. ആദ്യം അവരെ കുറിച്ച്. പനവല്ലി വൈത്തിരി ഭാഗത്തു നിന്നുള്ള ചുണക്കുട്ടികളാണ് ഇവർ 2 പേരും. SC ST വിഭാഗത്തിലുള്ള കുട്ടികളാണ്. അവർ മിമിക്രി ഐറ്റത്തിലാണ് പങ്കെടുത്ത് മത്സരിച്ച് 2 പേരും എ ഗ്രേഡ് നേടിയിരിക്കുന്നത്. തികച്ചും അഭിനന്ദിക്കാവുന്ന ഒരു സന്ദർഭമാണ്. കാരണം നമുക്കറിയാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ മേഘയുടെ കണ്ണ് നിറയാണ് ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ. എൻ്റെ കൂടെയുള്ളത് അഞ്ജലിയും മേഘയുമാണ്. 2 മിടുക്കി കുട്ടികളാണ്. അവർക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർസ് ഓഫ് ദ ഡേ ആയിട്ട് തെരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട്. തീർച്ചയായും നമ്മുടെ 2 നക്ഷത്രങ്ങൾക്കും അപ്പോൾ ഈ ഒരു അവാർഡ് നൽകാനായി മേയർ ക്ഷണിക്കുകയാണ്. അപ്പോൾ മാതൃഭൂമി ന്യൂസ് ഹാപ്പി സ്റ്റാർ ഓഫ് ദ ഡേ. സന്തോഷക്കണ്ണീരാണെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഇതൊക്കെ ഒരു വലിയ യാത്രയുടെ തുടക്കമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എന്തായാലും പറ്റാത്ത ഒരു കണ്ട ആ കുട്ടികളുടെ ആ പിഞ്ചു മനസ്സിന്റെ നിഷ്കളങ്കതയാണ് ഈ കാണുന്നത്. വയനാട്ടിലെ ദൂരെ നിന്ന് പനവല്ലി വൈത്തിരി ഭാഗത്ത് നിന്ന് വന്ന് തൃശ്ശൂരിൽ ഈ കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. കൂടുതൽ താരങ്ങളെയും നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കണ്ടെത്തും. ഏറ്റവും അർഹമായ കൈകളിലാണ് കിട്ടിയെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ. ഹാപ്പി നൽകുന്ന ഈ സ്റ്റാർ ഓഫ് ദ ഡേ പുരസ്കാരം